Just one more tear to cry, one teardrop from my eye. You better save it for the middle of the night, when things aren't black and white. And the troubadour, remember 24. ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ബാംഗ്ലൂരിലെ ഡേ 1 കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഭയങ്കര ഡാർക്ക് ആയിരുന്നു, പക്ഷെ എന്നാലും ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. പോകുന്ന വഴിയിൽ മാനുകൾ കണ്ടായിരുന്നു, ആനേനും കണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ആയിട്ട് വാട്ട് എയ്റ്റിനിടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി നമ്മൾ റൂം ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ അവിടേക്കുള്ള ലൊക്കേഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ നേരെ പോയത്. ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി, ചെക്ക് ഇൻ ചെയ്തു, അങ്ങനെ റൂമിലേക്ക് പോവാണ്. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു, നല്ല ലൊക്കേഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ റൂം ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു റൂം ടൂർ കാണിച്ചു തരാം. നല്ല അടിപൊളി സെറ്റപ്പുള്ള റൂമാണ്. നല്ല അടിപൊളി ക്ലീൻ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല റൂമായിരുന്നു. അപ്പോൾ നമ്മൾ ലോങ് ജേർണി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ 2 മിനിറ്റ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത സ്ഥലങ്ങളൊക്കെ കാണാൻ പോയത്. അപ്പോൾ ഇതാണ് റൂം. ബെഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ വെക്കാൻ വാർഡ്രോബ് ഉണ്ട്, പിന്നെ വാനിറ്റി ഉണ്ട്, ടേബിളും ചെയറൊക്കെ ഉണ്ട്. ഒക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ കിറ്റിൽ ഒക്കെ ഉണ്ട്, ചായ ഉണ്ടാക്കാം, കോഫി ഉണ്ടാക്കാം. പിന്നെ ടെലിവിഷൻ ഉണ്ട്, TV, അത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ബാർബി ഒക്കെ കണ്ടിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ബാർബി ആൻഡ് 12 ഡാൻസിങ് പ്രിൻസസ് അങ്ങനത്തെ എന്തോ ഒരു കാർട്ടൂണാണ് ഇട്ടത്. അപ്പോൾ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വേഗം ഫ്രഷനപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. അടിപൊളിയാണ്, നല്ല പാർക്കിംഗ് ഒക്കെ ഉള്ള സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു സ്റ്റേ, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നിക്കാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇവിടെ പറയാം. തൽപ്പാക്കട്ടി പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കഴിച്ചത്. നല്ല അടിപൊളിയാണ്. നമുക്ക് എഗ്ഗ്, പിന്നെ ഒരു മട്ടൻ്റെ കറിയാണ് തോന്നുന്നുണ്ട്, അങ്ങനെ എന്തോന്ന് തരുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ സ്പെഷ്യൽ തൽപ്പാക്കട്ടി ബിരിയാണി തന്നെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൽ വെൽക്കം ചെയ്യുന്നിടത്ത് ഇങ്ങനെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഞാനൊന്ന് റെക്കോർഡ് ചെയ്തതാണ്. പിന്നെ അവിടുത്തെ ഏറ്റവും കാര്യം എടുത്ത് പറയേണ്ട അവിടുത്തെ സർവീസാണ്, നല്ല അടിപൊളി സർവീസാണ്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിലുള്ളവരോ അതോ അവിടേക്ക് പോകുന്നവരോ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ലഞ്ച് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർ പാലസ് കാണാനാണ് പോയത്. അവിടെ ഒരുപാട് കാണാനൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കാണാനൊക്കെ. അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് കാണാനുള്ളത് കൊണ്ട് തന്നെ അവിടെ നമുക്കൊരു ഡിവൈസ് തരും, ഒരു മൊബൈൽ പോലത്തെ ഡിവൈസ്, ഇതുപോലത്തെ ഡിവൈസും ഒരു ഹെഡ്സെറ്റും തരും. നമുക്ക് ഓരോ ലൊക്കേഷനിൽ പോകുമ്പോൾ അവിടെ ഓരോ നമ്പേഴ്സ് ഉണ്ടാവും. ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഓഡിയോ കേട്ട് പോകാം. ഒരുപാട് ലാംഗ്വേജസിലുണ്ട്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ്. അപ്പോൾ നമുക്കത് കേട്ട് പോയിട്ട് നമുക്ക് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ നമുക്ക് കാണാം. നല്ല എക്സ്പീരിയൻസ് ആണ്, 1 ടൈം എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ പിന്നെ പോവുക ചോദിച്ചാൽ ഇല്ല, 1 ടൈം എക്സ്പീരിയൻസിന് നല്ലതാണ്. പിന്നെ ബാംഗ്ലൂർ ശ്രദ്ധിച്ച് നമ്മളിവിടെ നാട്ടിലേക്കാണ്, ഒരുപാട് മരങ്ങളും ഒരുപാട് പൂക്കളും ഒക്കെ ഉണ്ടെന്നൊക്കെ തോന്നി അവിടെ. പിന്നെ അവിടുത്തെ എല്ലാ ഏരിയയും ഭയങ്കര പിൻട്രസ്റ്റ്, ആസ്തറ്റിക്, വിൻറ്റേജ് ആ ഒരു വൈബിലുള്ളതാണ്. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഇഗ്നോർ ചെയ്യുക. ഒരുപാട് വെഹിക്കിൾസും പിന്നെ മഴയും കാറ്റൊക്കെ ആയിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഇന്ദിരാഗാന്ധി മ്യൂസിക്കൽ ഫൗണ്ടൈൻ കാണാനാണ്. അത് ഞങ്ങൾ അവിടുന്ന് കുറച്ച് എടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ നൈറ്റ് ആവാനായില്ല, അപ്പോൾ നമ്മൾ അതും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കോപ്പി റൈറ്റ് വരും ചിലപ്പോൾ മ്യൂസിക്കുള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കുറച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ലുലു മാൾക്കാണ്. ഡിന്നറൊക്കെ കഴിക്കണേന്ന്. അപ്പോൾ എന്തായാലും മോളിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ മോളിലേക്ക് പോയി. അപ്പോൾ ഇവിടുത്തെ സ്റ്റുഡിയോയിലും അവിടുത്തെ സ്റ്റുഡിയോയിലും എന്തെങ്കിലും കളക്ഷൻസിനൊക്കെ ചേഞ്ചസ് ഉണ്ടോ വേണ്ടിയിട്ട് ഞാൻ കയറി നോക്കിയതാണ്. അപ്പോൾ അവിടുന്ന് ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഏകദേശമൊക്കെ സെയിം കളക്ഷനാണ്, പക്ഷെ എന്നാലും അവിടെ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഡൈസോയിലൊന്ന് കയറി നോക്കി, റിയാദിലായിരുന്നപ്പോൾ കണ്ടതാണ്. പിന്നെ ഞാൻ നാട്ടിലെവിടെ അങ്ങനെ ഡൈസോ ഉള്ളതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല, അപ്പോൾ ഒന്ന് വെറുതെ കയറി നോക്കിയതാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോന്നു. പിന്നെ എൻ്റെ മുന്നേ മിസ്റ്റർ DIYയിൽ കയറിയിരുന്നു, പക്ഷെ ഞങ്ങൾ പോയപ്പോഴേക്ക് ക്ലോസ് ചെയ്യാൻ ടൈമായി എന്ന് പറഞ്ഞു. ഞാൻ അന്ന് പോയപ്പോൾ കോഴിക്കോട് തുറന്നിട്ടുണ്ടായിരുന്നു എന്നറിയായിരുന്നു.
ഞാൻ വിചാരിച്ചെന്നാൽ കോഴിക്കോട് നിന്ന് വാങ്ങാമെന്ന്. പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പെരിന്തൽമണ്ണ തന്നെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും ഇവിടുന്ന് എന്തായാലും പോയി എല്ലാം നോക്കിയിട്ട് നമുക്ക് എന്തായാലും ജേർണലിലുള്ള കുറച്ച് സപ്ലൈസ് വാങ്ങണം. ഞാൻ എന്തായാലും കുറച്ചധികം തന്നെ ജേർണലിൽ ഫോക്കസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്തുള്ള പാക്കേജസും സപ്ലൈസൊക്കെ വെച്ചിട്ടാണല്ലോ. അപ്പം മിസ്റ്റർ DIYയിൽ പോയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും വാഷിംഗ് ടേപ്പൊക്കെ വാങ്ങിയിട്ട് നമുക്ക് അടിപൊളി കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടുള്ള ജേർണൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മെക്ഡിന്ന് ഞങ്ങൾ ബർഗേഴ്സും ഫ്രൈസും ഡ്രിങ്ക്സും പിന്നെ സോഫ്റ്റ് ഐസും കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ സ്റ്റേക്ക് പോന്നു. പിന്നെ ഫ്രഷനപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഡേ അവസാനിച്ചു. അപ്പോൾ ബാക്കി ഡേയ്സിൻ്റെ വ്ളോഗ് ഞാൻ വൈകാതെ പോസ്റ്റ് ചെയ്യാം. ബൈ.